സ്ഥിതി ചെയ്യുന്നത്. കർഷകനായ TR രാജപ്പൻ സാറിന്റെ നേതൃത്വത്തിലാണ് 2015 ഹരിത ബയോപാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നത്. ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ് പലതരം കോഴികൾ, അലങ്കാര പക്ഷിമൃഗാദികൾ, കൃഷികൾ, മത്സ്യങ്ങൾ, ഫാം ഉൽപ്പന്നങ്ങൾ, കുട്ടികൾക്കായുള്ള പാർക്ക് സൗകര്യങ്ങൾ. പതിയെ നമുക്കിതൊക്കെ പരിചയപ്പെടാം. ഞങ്ങൾ മാർക്കോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിൻ്റെ ഒരു ഭാഗമായിട്ട് ഡോക്യുമെൻ്ററി ഷൂട്ടിന് വേണ്ടി വന്നതാണ്. സാറിൻ്റെ പേര് ശ്രീകുമാർ. ഈ ഹരിത ബയോ പാർക്ക് തുടങ്ങാനുള്ളൊരു ഇൻസ്പിറേഷൻ എന്താണ്? ഇന്ന് പണ്ട് മുതലേ സഞ്ചാരികൾ വരുന്ന സ്ഥലമാണ്. അടുത്തൊക്കെ ഒരുപാട് ടൂറിസ്റ്റ് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇവിടെയും കൃഷിയുടെ പണ്ട് മുതൽ കൃഷിയുടെ സാധനങ്ങൾ വാങ്ങാനും അതുപോലെ ജീവികളെ വാങ്ങാനും പണ്ടിട്ട് ആൾക്കാരോട് വന്നിരുന്നു. പിന്നെ പയ്യെ ഡെവലപ്പ് ചെയ്ത് അവർക്കൊരു എൻട്രി ഫീസ് കൂടി ഏർപ്പെടുത്തി ഡെവലപ്പ് ചെയ്ത് കൂടുതൽ സാധനങ്ങൾ ആഡ് ചെയ്ത് ഇപ്പോൾ ഹോം സ്റ്റേ അടക്കം സ്വിമ്മിംഗ് പൂൾ അടക്കം അവർക്കുള്ള സൗകര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് വന്നു. ഇത് എവിടെ നിന്നുള്ള സഞ്ചാരികളാണ് ഈ പാർക്ക് കാണാൻ വേണ്ടി? പ്രധാനമായിട്ട് അടുത്ത ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ വന്നവരാണ്. കോടനാട് അഭയാരണ്യം, അതുപോലെ പാണിയിലിപ്പോര്, അവിടെ വന്നവരാണ് കൂടുതലായിട്ട് വരുന്നത്. അതുകൂടാതെ പഠിക്കാൻ വേണ്ടി സ്റ്റുഡൻസും റിസർച്ച് ചെയ്യുന്നവർ വിദേശികളടക്കം ഇപ്പോൾ വരുന്നുണ്ട്. ഈ ഒരു ഹരിത ബയോ പാർക്കിൻ്റെ ഉദ്ദേശം എന്താണ്? പുതിയ തലമുറയിലേക്കും ആളുകളിലേക്കും കൃഷിയുടെയും അതുപോലെ പെറ്റ്സിൻ്റെയും ഒരു ഇമ്പോർട്ടൻസ് അവർ മനസ്സിലാക്കാനും അവർക്കൊരു ഇൻസ്പിറേഷൻ തോന്നി ഇതിൽ നിന്ന് അവർ കൂടുതൽ കൃഷി ചെയ്യാനുള്ള താല്പര്യം ചിന്തിക്കുന്നു. യുവതലമുറയ്ക്ക് വേണ്ടി ഒരു മെസ്സേജ്. അപ്പോൾ മെയിനായിട്ട് കൃഷിയിലേക്ക് പുതിയതായിട്ടുള്ളവർ കടന്നു വരിക എന്ന് പറഞ്ഞാൽ ഏണിങ്ങിനല്ലെങ്കിലും സ്വന്തം ആവശ്യത്തിനെങ്കിലും കൃഷി ചെയ്ത് തുടങ്ങുക, പെറ്റ്സിനെ വളർത്തുക. ഒരു മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡിപ്രഷനും അങ്ങനെയുള്ള സ്ട്രെസ്സൊക്കെ കൂടി തന്നെയാണ്. ജോലിയിലാണെങ്കിലും പഠിക്കുന്നവർക്കാണെങ്കിലും ഇതൊക്കെ കൂടുതലാണ്. അതിനൊരു റിലീഫ് ചെയ്യാൻ ബെസ്റ്റ് സൊല്യൂഷനാണ്. സാറിൻ്റെ വിലയേറിയ സമയം നമുക്ക് വേണ്ടി തന്നതിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്താം.